സോറി, ഞാൻ പെട്ടെന്ന് സന്തോഷത്തിൽ അറിയാതെ. സോറി. It's okay, kitten. I can understand. I wish കുറച്ചു നേരം കൂടി ആ ചൂട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഡ്രസ്സ് മാറിക്കോട്ടെ? അല്ല, പോവണ്ടേ? അപ്പോൾ ഡ്രസ്സ് മാറിക്കോട്ടെ എന്ന്. മാറിക്കോ, ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ. ബോസ് ചാടിത്തുള്ളിയാണല്ലോ വരുന്നേ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പോയോ? അയ്യേ, എന്താ കാണിച്ചേ? ഞാൻ ശരിക്കും എങ്ങനെ കാണിച്ചു? എൻ്റെ ഈശോയെ, എനിക്കെന്താ പറ്റിയേ? ഞാൻ എന്തിനാ അയാളങ്ങനെ കെട്ടിപ്പിടിക്കാൻ പോയി? ഓ ദയാ, കുറച്ച് കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഹാപ്പിനെസ്. എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അയ്യേ, ഒന്നും വിചാരിച്ച കാണില്ലായിരിക്കും അല്ലേ? ഏയ്, അയാൾ എന്ത് വിചാരിക്കാനാ? ജസ്റ്റ് ഒരു ഹക്കല്ലേ, ഒന്നും ഉണ്ടാവില്ലായിരിക്കും. Was it a dream? എന്നെ ശരിക്കും ഹഗ് ചെയ്തോ എൻ്റെ കിറ്റൻ? ആ ചൂട്, it was heaven, a heavenly feeling. എനിക്ക് ഇനിയും അനുഭവിക്കണോ ഇത്? I want more. I want to feel more. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് മടിയില്ല. Day by day, you're giving me more and more reasons to get addicted to you, my kitten. ഇത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും ഹാപ്പി ആവുമായിരുന്നു എൻ്റെ ബേബി ബെയർ. നിൻ്റെ ഈ ഹാപ്പിനെസ്സിന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ ഞാൻ റെഡിയാണ്. Because your happiness is my responsibility and you're my most favorite addiction, my kitten. അയ്യോ, ഞാൻ ലേറ്റായോ? ഇറങ്ങാം. ഇവിടെ എത്തിയിട്ടില്ലല്ലോ. Beautiful. Baby bear. വന്നോ? ഞാൻ കരുതി ഞാൻ ലേറ്റായിന്ന്. ഇല്ല കിട്ടൻ, ഞാനാ ലേറ്റായി. എന്നാ പിന്നെ നമുക്കിറങ്ങാം. ഓക്കെ. तू चांद है एक धड़कता हुआ, चोरी से मुझको ही तकता हुआ.
ഞാൻ എന്തൊക്കെയാ നോക്കുന്നത്? ഈ കഫേ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നറിയോ? ഐ നോ കിറ്റൻ. അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങോട്ട്. ഇപ്പോൾ ഹാപ്പി ആയില്ലേ? ഒത്തിരി. നിങ്ങൾക്കറിയോ, ഈ കഫേ വൺ ഓഫ് മൈ ബെസ്റ്റ് കോളേജ് മെമ്മറീസിലൊന്നാ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് റൂബി ഉണ്ട് ഇവിടെ. അവളുടെ കഫേയായത്. ഐ നോ. എൻ്റെ ഫ്രണ്ട് റൂബീനെ അറിയോ? അപ്പോൾ അറിയാം. എൻ്റെ സിസ്റ്റർ അമ്മേനെയും അറിയോ? അപ്പോൾ അറിയാം. എന്നെപ്പറ്റി എല്ലാം അറിയോ? അപ്പോൾ എല്ലാം അറിയാം. ബേബി ബെയറിൻ്റെ ഫേവറേറ്റ് കളർ റെഡ് എന്നറിയാം, ഫേവറേറ്റ് ഫ്രൂട്ട് സ്ട്രോബെറി എന്നറിയാം, ഫേവറേറ്റ് ഹോബി സിംഗിങ് എന്നറിയാം, ഫേവറേറ്റ്... മതി 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 മതി. അപ്പോൾ എന്നെപ്പറ്റി എല്ലാം അറിയോ? എല്ലാം അറിയാം. എല്ലാം എല്ലാം. എന്നാലേ ഞാൻ ഇപ്പം വരാവേ. ഞാൻ സത്യമായിട്ട് ഓടിപ്പോവില്ല. തിരിച്ചിങ്ങോട്ട് ഉറപ്പായിട്ടും വരും. ഞാൻ ഇപ്പം വരാവേ. ഓക്കെ മൈ കിറ്റൻ, പൊക്കോ. താങ്ക് യു. Oh my God. Never ever in a million years I thought that I'll fall for a girl like you. A sweet, bubbly, cute, beautiful girl like you, my kitten. I love you. ദേ നോക്കിയടി, നമ്മുടെ ബോസ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. പ്രേമം മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും എന്നാണല്ലോ സ്വാഭാവികം. ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഓ പിന്നെ എന്തോന്ന് ക്യൂട്ട്. തനി അസൽ ആൽഫാമേൽ മാഫിയായിരുന്നു. ഒരു പെണ്ണ് വന്നു തനി പൂക്കിയായി. അതിന് നിനക്കെന്താടാ? പിന്നെ ഈ പൂക്കി തന്നെയാ കുറച്ചു നേരത്തെ ഒരുത്തന്നെ ജനൽ വഴി എടുത്തെറിഞ്ഞത്. ആൻഡ് നമ്മുടെ ബോസിൻ്റെ തനി പൂക്കിത്തരം കാണണമെങ്കിൽ ആ പെങ്കൊച്ച് ഈ പരിസരത്ത് നിന്ന് നൈസായിട്ട് മാറി നിന്നാൽ മതി. അപ്പം അറിയാം തനി സ്വഭാവം. അതാണ് ഒരു പെണ്ണിൻ്റെ പവർ. അല്ല, ഇതൊക്കെ ഞാനതിന് നിന്നോട് പറയുന്നേ. അതിൽ നിനക്ക് പെണ്ണുണ്ടോടാ? ശിവനെ, ഇമോഷണൽ ഡാമേജ്. സിനിമോളി ഇവിടെ ഭയങ്കര ചൂട്. നമുക്ക് പുറത്തേക്ക് കുറച്ച് കാറ്റുള്ളടി. ഓൾറെഡി ഏറി നിൽക്കുന്ന നീ എന്തിനാണ് സെപ്പറേറ്റ് കാറ്റ് കൊള്ളാൻ പോകുന്നത്? ഓടി കൊരങ്ങത്തി, ഞാൻ പോണു. നീ പോ. റൂബി, എടി നീയോ? നീ എവിടെയിരുന്നു? കുറച്ചു നാളത്തേക്ക് നിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടേയില്ല. ഒരു സ്പെഷ്യൽ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നീയാന്ന് ഞാൻ വിചാരിച്ചില്ല. കാണാതെ ആയപ്പോഴാ ഞാൻ അറിഞ്ഞേ നിന്നെ ആരൊക്കെയോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്നോ മറ്റേതും മറിച്ചതെന്നൊക്കെ. ശരിക്കും നിന്നെ പിടിച്ചുകൊണ്ട് പോയതാണോ? അതെ. വാട്ട്? ആരാ ആള്? ദേ അതാ. നോ
നോട്ട് ഗോണ ലൈ, ആളെ കാണാൻ കിടുവാണല്ലോ. ഹാൻസം കിഡ്നാപ്പർ. അതൊക്കെയാണ്, ബട്ട് ആള് ശരിയല്ല. പിന്നെ പിടിച്ചോണ്ട് പോണ മനുഷ്യന്മാരൊക്കെ നല്ലവരാണല്ലോ. ഒന്ന് പോടി. അതല്ല, ആള് നിനക്കറിയില്ലേ? ചേച്ചിക്ക് മറ്റേ മാഫിയ. അതാണോ ആള്? ആടി. പക്ഷേ നീ പേടിക്കണ്ട കേട്ടോ, നിന്നൊന്നും ചെയ്യില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ആള് ഭയങ്കര ദുഷ്ടനൊക്കെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ അനുസരിക്കും എന്ന് തോന്നുന്നേ. കാരണം എന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാ എന്നെ പിടിച്ചോണ്ട് വന്നേ. ഓഹോ, അല്ല നിനക്കിഷ്ടപ്പെട്ടു തുടങ്ങിയോ? എനിക്കോ? ഏയ്, പിന്നെ എനിക്ക് ഇഷ്ടം കുന്തം. ഓവേ എടി, ശരിക്കും സത്യം പറഞ്ഞ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു ആ മനുഷ്യന്. ഇപ്പോൾ പേടിയൊക്കെ ഉണ്ട്, എന്നാലും മുമ്പത്തെ പോലെ അത്രയില്ല. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്കൊരു കാര്യം അറിയോ? ആളാരുടെ മുഖത്ത് നോക്കി ചിരിക്കില്ല, സോറി പറയില്ല. പക്ഷേ എൻ്റെ അടുത്ത് സോറി പറയും, ചിരിച്ചോണ്ടേ സംസാരിക്കൂ. എന്ത് രസാന്നറിയോ ചിരിക്കുന്ന കാണാൻ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ആള് ചിരിക്കുന്നത് കണ്ടിട്ടുള്ളൂന്ന്. ആള് ചിരിക്കുന്ന കാണുമ്പോൾ ബാക്കി പറ. ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും, അത്ര രസാ. എന്താന്ന്? അത് അങ്ങനെയല്ല, ചിരിക്കുന്നത് കാണാൻ നല്ലതാന്ന് പറഞ്ഞതാ. ഇളക്കോണ്ട് കൂടി. എന്തായാലും എനിക്കിപ്പോ എന്താ പറയണ്ടേന്നറിയില്ല. എനിക്ക് ഒത്തിരി സന്തോഷായിടി. നിന്നെ കാണാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ കരുതിയതല്ല. ഇന്ന് ആളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് സർപ്രൈസായിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ആഹാ, മാഫിയ ആള് റൊമാൻറ്റിക് ആണല്ലോ. പോടി. എനിവേസ്, നീ പോയിരിക്കേ. ഒരു 10 മിനിറ്റ്, ഞാൻ ഫുഡ് സെറ്റ് ചെയ്തിട്ട് ഇപ്പം വരാം.